Matthew chapter 9, word 20-21. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ള ഒരു സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. 12 വർഷം രക്തസ്രവക്കാരിയായിരുന്ന സ്ത്രീ, അവൾ ഒത്തിരി ടയേർഡാണ്, അവൾ ഫിസിക്കലി ഒത്തിരി വീക്കാണ്. എന്ന് വെച്ചാൽ ആ രോഗത്തിന് അല്പം പോലും ശമനമില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അധികം നാള് പോകാൻ സാധ്യതയില്ലാത്തൊരു കേസാണത്. അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഇത് ടാർഗറ്റ് ചെയ്യുക. ഒരു സംഭവം നമ്മൾ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ മൈൻഡിലാണ്, നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ചിന്തയിലാണ്. അതാണ് പൗലോസ് പറയുന്നത്, ഹൃദയത്തിൽ ഒരു കാര്യം, മൈൻഡിൽ ഒരു കാര്യം കൺസീവ്ഡ് ആയാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ പ്രസവിക്കപ്പെടും. മൈൻഡിനകത്ത്, ചിന്തകൾക്കകത്ത് കൺസീവ്ഡ് ആകേണ്ടത് നെഗറ്റീവ് കാര്യങ്ങളായിരിക്കരുത്, ഒരു കാരണവശാലും ആയിരിക്കരുത്. മൈൻഡിനകത്ത് കൺസീവ്ഡ് ആകേണ്ടത് പോസിറ്റീവായ കാര്യമായിരിക്കണം. അവളുടെ മൈൻഡിനകത്ത് അവൾ സെറ്റ് ചെയ്തു, ഇന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. എന്നാൽ ഇതേ സംഗതി മർക്കോസ് 5 വരുമ്പോൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ഞാൻ രക്ഷപ്പെടുമെന്ന് ആരോട് പറഞ്ഞു? അവളോട് തന്നെ അവൾ പറഞ്ഞു, ഞാൻ രക്ഷപ്പെടുമെന്ന്. നിങ്ങൾ പലരും നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ബാഡ് ആകുമ്പോ പറഞ്ഞുകൊണ്ട് വരുന്നത് രക്ഷപ്പെടുകയെന്നല്ലേ. അങ്ങനെ പറയരുത്. ആ തുറന്ന് പറയണം, അറ്റ് എനി സിറ്റുവേഷൻ പറഞ്ഞേക്കണം, ആ രക്ഷപ്പെടും, ഇതൊക്കെ മാറും, ഇതൊക്കെ ശരിയാവും. ശരിയാകത്തില്ലെന്ന സാഹചര്യം പറയുമ്പോഴും, ശരിയാകത്തില്ലെന്ന് മനസ്സ് പറയുമ്പോഴും, ഇല്ല ഇത് ശരിയാവും, ഇത് നടക്കും, ഇത് ദൈവം ചെയ്യും, വിടുതൽ ഉണ്ടാകും, അത്ഭുതം സംഭവിക്കും. ഞാൻ രക്ഷപ്പെടുവെന്ന് അവള് പറയുമ്പോഴും ബ്ലീഡിങ് ഉണ്ട്. ഞാൻ രക്ഷപ്പെടുവെന്ന് പറയുമ്പോഴും പ്രശ്നമാ. പക്ഷെ ഞാൻ രക്ഷപ്പെടുവെന്ന് പറഞ്ഞവൻ അധിക സമയം അതിലൂടെ പോകുകയല്ല. ആ പറഞ്ഞ വാക്കിനൊരു റിസൾട്ട് ഉണ്ടായിരിക്കും.